ഇന്നത്തെ വീഡിയോയിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ടെക് വീഡിയോകൾക്ക് പുറമേ നമ്മൾ ഇന്നൊരു കോമൺ ആയിട്ടുള്ള എന്നാൽ ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ കേരളത്തിൽ നമ്മുടെ എല്ലാം വീടുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഫെബ്രുവരി അവസാനമായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ചൂട്, വെളിയിൽ കുറച്ച് നേരം ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വെട്ടി വേർക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ചൂടിൻ്റെ കാഠിന്യം കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എ സികൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിരവധി ഡീലുകളാണ് നടക്കുന്നത്. അതും നമുക്കെല്ലാം വളരെയധികം സുപരിചിതമായിട്ടുള്ള 5 ബ്രാൻഡുകളുടെ എ സിസ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി ഓഫറിലുള്ളത്. ഇനി നമ്മളൊരു എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വാങ്ങുന്ന എ സിയുടെ കപ്പാസിറ്റിയാണ്. ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ടൺ ഉണ്ട്, 1.5 ടൺ ഉണ്ട്, 2 ടൺ ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മൾ ഈ എ സി വെക്കാൻ പോകുന്ന റൂമിനെ ബേസ് ചെയ്തിട്ടാണ്. ആ റൂമിൻ്റെ സൈസ് അല്ലെങ്കിൽ ആ റൂമിൻ്റെ സ്പേസിനെ ഓവറോൾ കവറേജ് ചെയ്യുന്ന രീതിയിലുള്ള പവറുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു എ സി വേണം നമ്മൾ വെക്കാൻ. ഇപ്പം വലിയൊരു റൂമാണ്, പ്രത്യേകിച്ച് ഹെഡ് സ്പേസ് കൂടുതലുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമാണ്, അതിലേക്ക് നമ്മൾ ഒരു എ സി വാങ്ങുമ്പോൾ ഒരിക്കലും നമുക്കൊരു 1 ടണ്ണിൻ്റെ എ സി വാങ്ങാൻ സാധിക്കില്ല. കാരണം ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ 1 ടൺ എ സിക്ക് സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 120 അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് വരുന്ന റൂമുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1.5 അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ 2 ടൺ എ സി വേണം യൂസ് ചെയ്യാൻ. എന്നാൽ ഒരു 120 അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിനകത്താണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നെങ്കിൽ 1 ടൺ അല്ലെങ്കിൽ 1.5 ടൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ടെക് സ്പെക്സ് ആണ്. നമ്മൾ ഐഫോണിൽ ഒരു പുതിയ ഐഫോൺ ഇറങ്ങുമ്പോൾ എന്ത് പുതിയ ഫീച്ചേഴ്സാണ് ഇതിൽ എക്സ്ട്രാ പ്രീവിയസ് ജനറേഷനേക്കാൾ കൂടുതലുള്ള എന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം വരുന്ന എ സികളിലും ഇതേപോലെ കുറേയധികം ടെക് ലോഡഡ് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള എ സികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ എ സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം മാറ്റർ അല്ലെങ്കിൽ ഹോം കിറ്റ്, ഈ മാറ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. അത് എനേബിൾ ചെയ്തിട്ടുള്ള എ സികളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഐഫോണോ അല്ലെങ്കിൽ മാക്കോ ഐപാഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എ സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വൈഫൈ എനേബിൾ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് വയർലെസ്ലി റിമോട്ട് ഇല്ലാതെ തന്നെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എ സി ഓണാക്കാനും ഓഫ് ചെയ്യാനും അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ മറ്റൊരു സ്ഥലത്തിരുന്ന് നമുക്ക് ലിറ്ററലി എ സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ലഭിക്കും. അതോടൊപ്പം തന്നെയാണ് ഇൻവേർട്ടഡ് എ സി. അതിൽ ഡ്യുവൽ ഇൻവേർട്ടഡ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഇൻവേർട്ടഡ് ടെക്നോളജി വരുന്നതിന് മുന്നേ ഇതിൻ്റെ ടെമ്പറേച്ചർ, എ സി ടെമ്പറേച്ചർ മാനേജ് ചെയ്യാൻ വേണ്ടി കംപ്രസർ ഓൺ ആകുകയും ഓഫ് ആകുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഇൻവേർട്ടർ ടെക്നോളജി വന്നപ്പം പവർ അധികം കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് ഈ ഒരു ഇൻവേർട്ടഡ് എ സിക്ക് ഉള്ളത്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റാണ്. 3 ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന റൂമിൽ യൂസ് ചെയ്യുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെ 1 ടൺ എ സി ആണ്. ഇതിൽ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്റ്റാർ റേറ്റിംഗ് 3, അതിൽ തന്നെ 3 സ്റ്റാർ ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നിങ്ങൾ പലർക്കും അറിയാം. ഈ സ്റ്റാറുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എനർജി കൺസപ്ഷനെയാണ്. അതായത് 3 സ്റ്റാർ ഉള്ള എ സി എന്ന് പറയുന്നത് 5 സ്റ്റാർ ഉള്ള എ സിനേക്കാൾ കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് പൈസ കൂടിയായാലും നിങ്ങൾ 5 സ്റ്റാർ ഉള്ള എ സി തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതാണ് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ്. അല്ലാത്ത പക്ഷേ ഇപ്പോൾ 3 സ്റ്റാർ എ സിക്ക് പ്രൈസ് കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പൈസ EMI ഇട്ടാലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു എ സി വാങ്ങാൻ സാധിക്കും. പക്ഷേ നമ്മൾ പിന്നീടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് കറണ്ട് ബില്ല് വരുമ്പോൾ. സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ മാക്സിമം 5 സ്റ്റാർ എ സി തന്നെ വാങ്ങുക. ഇതിൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ്. ഇനി ഈ പറഞ്ഞ എ സികളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിൽ ഇത് പർച്ചേസ് ചെയ്യാം. അതിൽ 6 മന്ത്സ്, 9 മന്ത്സ്, 12 മന്ത്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിൽ ഈ എ സികൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. കാരണം ഓഫ്ലൈനിൽ ലഭിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മാർജിനിൽ നമുക്ക് എ സികൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ HDFC, ICICI, SBI ഇതെല്ലാം തന്നെ നിരവധി കാർഡ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഴയ എ സികളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അപ് ടു 6,000 rupees വരെ ക്യാഷ് ബാക്കും ലഭിക്കും എന്നുള്ളതാണ്. സോ നല്ലൊരു ഓഫറിൽ എ സി പർച്ചേസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫ്ലിപ്കാർട്ട് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്.